എല്ലാവരും അധികം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ട് ഇതെന്താ നമ്മളെ നാട്ടിലുള്ള വീഡിയോ എടുക്കാത്തതെന്ന്. അങ്ങനെയെല്ലാം കൂടി വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളെ രാജേട്ടൻ രണ്ട് കുടയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുഞ്ഞ് രണ്ട് സൈഡ് കൂടി വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോകുന്നിട്ടോ. അന്നേരം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് ദിവാനെ നീ പതുക്കെ വണ്ടി ഓടിച്ചാൽ മതി, എന്നാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ദിവാൻ എന്നോട് പറഞ്ഞുകൊണ്ട് ഇതപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേന്ന്. അന്നേരം ഞാൻ പിന്നെ ദിവാനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകൊണ്ട് നമ്മളെപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വീട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഇതൊന്നും കാണുന്നില്ലല്ലോ, നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന്. ഇത് വേറെ ഏടല്ല കേട്ടോ, ഈ സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏടാണെന്ന്. അറിയുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് അടിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാക്കേണ്ട ലൈക്കും കാര്യങ്ങളൊക്കെ അങ്ങ് തന്നേക്ക്. അങ്ങനെ തന്നെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോകുന്നൊരു ദിവാൻ എന്നോട് പറഞ്ഞു നല്ലൊരു സ്ഥലം എത്തി നമുക്ക് അവിടെ എന്താക്കണം വണ്ടി നിർത്തിയിട്ടിട്ട് കുറച്ച് നേരം ഇരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് വയലിൻ്റെ സൈഡിൽ വണ്ടി അവിടെ നിർത്തിയിടാമെന്ന്. ഈ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ കണ്ടില്ല വയൽ എന്ത് രസമല്ലേ കാണാൻ. നിങ്ങളുടെ നാട്ടിൽ ഇതേമാതിരിയുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവാണ്ട് നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ദിവാനോട് പറഞ്ഞു ഇവിടെ വണ്ടി സൈഡാക്കണം, നമുക്ക് ഇവിടെ ഒന്ന് കുറച്ചേരം ഇരിക്കാമെന്ന്. അന്നേരം ഓൻ പറഞ്ഞു ഇതാ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ നിന്നൊക്കെ കണ്ടില്ലേ, അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വൈബിളുള്ള ഒരു സ്ഥലമാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട്. ഈ വീഡിയോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട ആർക്കാണ്, നമ്മളെ കുഞ്ഞിക്കാണാരാട്ടൻ്റെ ഇളയ മോന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർ പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.